ഹായ് കൂട്ടുകാരെ, ഇത് നോക്കിയാൽ എൻ്റെ അടീനിയ സുന്ദരി. എന്തൊരു ഭംഗിയാണ് കാണാൻ. കണ്ടാലും എനിക്ക് മതി വരുന്നില്ല. ഒരുപാട് മൊട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊലഞ്ഞ് നിൽക്കുക, നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ, വേറൊരു കമ്പിൽ 3 ബ്രാഞ്ചസ് ആയിട്ടാണ് ഉള്ളത്. അതിൽ നോക്കി നിറയെ ഓരോ ബ്രാഞ്ച് പൊട്ടുന്നു, അവിടെ എല്ലാം പൂക്കളും മൊട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്ത് ഭംഗിയാണ് കാണാൻ. എപ്പോഴും എനിക്കിത് നോക്കി നിൽക്കലാണ് ഇപ്പോൾ പണി. ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഓരോ ബ്രാഞ്ചിലും മുട്ടുകൾ വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ലിപ്സ്റ്റിക്കാണ്. അത്രയ്ക്ക് നല്ല കളറ്. എനിക്ക് എത്രയാണ് വരുന്നത്. ഇത് ഞാൻ പിന്നെ റീപ്പോർട്ട് ചെയ്തേ. ഇതിനിടയ്ക്ക് അതിൻ്റെ ഒരു കോഡെക്സ് ഒന്നൊരു ഞെങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തോ ചീച്ചൽ വന്നു എന്ന് വിചാരിച്ച് ഇത് ഞാൻ റീപ്പോർട്ട് ചെയ്തു. പ്രൂൺ ചെയ്യാൻ സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റീപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിയട്ടെ, എന്നിട്ട് പ്രൂൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നോക്കുമ്പോഴേക്കും മുഴുവൻ ഇതേപോലെ മുട്ടും പൂക്കളും വരുന്നു. ഇത് കണ്ടോ, ചെറിയ തണ്ടിൽ തന്നെ ഇപ്പോൾ വരുന്നു. ഇത്ര നിറഞ്ഞു പൂത്തിരിക്കുന്ന ഈ സുന്ദരിയെ ഞാൻ എങ്ങനെയാണ് പ്രൂൺ ചെയ്യൽ? എനിക്കതിന് മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ വർഷം ഏതായാലും ഇങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പൂവിൻ്റെ വെയിറ്റ് കൊണ്ട് കമ്പെല്ലാം ചാഞ്ഞ് കിടക്കുക. ഒരു കമ്പ് ഞാൻ കുത്തി വെച്ചിട്ടാണ് ഉള്ളത്. ഒരു കമ്പ് കുത്തി വെച്ച് ഒന്ന് കെട്ടി വെച്ചു. ഇനി ഇതെല്ലാം അങ്ങനെ ചെയ്യണം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ വളഞ്ഞ് കിടക്കുക. ഇതെല്ലാം കുത്തി വെച്ച് കൊടുക്കണം. കണ്ടോ, ഇവിടുന്ന് ചെയ്യേണ്ടതായിരുന്നു, പ്രൂൺ ചെയ്യേണ്ടതായിരുന്നു. ചെയ്യാൻ പറ്റിയില്ല. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. എനിക്ക് ഇത്രയും പൂക്കളില്ലായിരുന്നു കഴിഞ്ഞ വർഷം. പക്ഷേ ഈ വർഷം എന്നെ കൊതിപ്പിച്ചുകൊണ്ട് നോക്കി, നിറച്ച് പൂക്കൾ. എന്താ ഭംഗി കാണാൻ, കണ്ണ് വെച്ചു പോകും. അത്രയ്ക്ക് സുന്ദരി.